മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിനെതിരെ 19-ന് വയനാട്ടിൽ UDF-ഉം LDF-ഉം ഹർത്താൽ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷവും ഭരണപക്ഷവും വെവ്വേറെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് UDF-ന്റെ പ്രതിഷേധം. ഫണ്ട് അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെയാണ് LDF-ന്റെ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കടകളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ അടച്ചിടാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സഹായം നിഷേധിച്ചുകൊണ്ട് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയത് എന്നാണ് വിവരം. ഇതോടുകൂടി കേന്ദ്രം കേരളത്തെ തഴയുന്നു. കേന്ദ്രം കേരളത്തെ മറ്റൊരു രീതിയിൽ ഒരു കേരളത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ദുരന്ത ഭൂമിയിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു സഹായം കിട്ടുമെന്ന്. മന്ത്രിയുടെ ബാക്കിൽ മാർച്ച് ചെയ്ത് പട്ടാളക്കാരനെ പോലെ മാർച്ച് ചെയ്ത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് നേടി? ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പൊളിറ്റിക്സ് കേരളയ്ക്ക് മോദിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് എന്തിനീ ചിറ്റമ്മ നയം? അവിടേക്ക് എന്തിന് നിങ്ങൾ നിരന്തരം കേന്ദ്ര ഏജൻസികളെ പറഞ്ഞുവിടും? അവിടേക്ക് എന്തിന് നിങ്ങൾ അവിടുത്തെ വികസന കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു? കേരളവും ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗം എന്ന നിലയിൽ ഒരുപാട് വ്യത്യസ്തത കേരളത്തിലുണ്ട്. മതനിരപേക്ഷതയാണ് കേരളത്തിൻ്റെ വ്യത്യസ്തത. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഒക്കെ കൊണ്ടുവന്ന മതനിരപേക്ഷത സിദ്ധാന്തം. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ അത് ഏറ്റുപറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ശ്രീനാരായണ ഗുരുവിനെ പ്രശംസിക്കുന്ന മോദി കേരളത്തെ അവഗണിക്കുന്നത് വളരെ ഹീനകരമായ പ്രവൃത്തിയാണ്, മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ്. മനുഷ്യത്വം മോദിയിൽ നിന്ന് അപ്രത്യക്ഷമായോ എന്ന ചോദ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് സഹായം വേണമെന്ന് അന്ന് തൊട്ട് കേരളം ആവശ്യപ്പെടുന്നത്. കുറച്ച് ആശ്വാസമായി അവിടെ മോദി എത്തി. മോദിക്ക് പിന്നിൽ മാർച്ച് ചെയ്ത് സുരേഷ് ഗോപിയും എത്തി. മോദിക്ക് പിന്നിൽ അങ്ങനെ പട്ടാള ചിട്ടയിൽ മാർച്ച് ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ അപഹസിക്കുന്ന രീതി കേരളം കണ്ടു. പക്ഷേ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കേന്ദ്ര സഹായം കിട്ടുമെന്ന്. ആ സഹായം കിട്ടിയില്ല. അവിടെയുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തത് DYFIക്കാരാണ്. DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ അവിടെയുള്ളവർക്ക് അവരാൽ ആകും വിധം സഹായം ചെയ്തു. പക്ഷേ മോദിയിൽ നിന്ന് അവർ സഹായം പ്രതീക്ഷിച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോദി മുഖം തിരിച്ചു കളഞ്ഞു അവിടുത്തെ സാധാരണക്കാരോട്, അവിടുത്തെ ജനങ്ങളോട്. ഇത് പാപമല്ലേ മോദിജി? ഇത് ശരിയാണോ? നിങ്ങൾക്കൊരു ഹൃദയമില്ലേ? നിങ്ങൾക്കൊരു മനസ്സില്ലേ? നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? കേരളം എന്താ അന്യരാജ്യമാണ്? ചോദിച്ചു പോവുകയാണ് പൊളിറ്റിക്സ് കേരള മനസ്സ് നിറയുന്ന പ്രതിഷേധത്തോടെ.